എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ രചിച്ചിട്ടുള്ള മലയാളി ദൈവങ്ങൾ എന്ന നോവലേറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ശ്രീ എം മുകുന്ദൻ പറയുന്നത് ഇതൊരു സംഭവ കഥയാണെന്നാണ്. എം മുകുന്ദൻ്റെ സഹോദരി സരളയുടെ മരണം നടന്ന് 30 വർഷങ്ങൾക്ക് ശേഷം എഴുതിയിട്ടുള്ള ഒരു കഥയാകുന്നു ഇത്. ഈ കഥയുടെ പേര് തികച്ചും ഒരു ആക്ഷേപഹാസ്യപരമാണ് എന്ന് കഥ കേട്ട് കഴിഞ്ഞിട്ട് ആസ്വാദകർ തീരുമാനിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അഥവാ മലയാളി ദൈവങ്ങളുടെ ഇടയിൽ 2 ഫ്രഞ്ച് കവിതാക്കൾ എത്തിച്ചേരുന്നതും അവർക്ക് മലയാളി കുടുംബങ്ങളിൽ തികച്ചും പച്ചയായ നാട്ടിൻപുറത്തുകാരുടെ ഇടയിൽ കുടുംബാംഗങ്ങളെപ്പോലെ ജീവിക്കുന്നതും അവസാനം അവർക്ക് മലയാളി ദൈവങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന അവസ്ഥകളും ഹൃദയസ്പൃക്കായി മുകുന്ദൻ വരച്ചു കാട്ടുകയാണ് ഈ നോവലേറ്റിൽ. സരള ചേച്ചി മരിച്ചിട്ട് 30 വർഷം പിന്നിട്ടിരിക്കുന്നു. 2 ഫ്രഞ്ച് സഞ്ചാരികൾ ആ സന്ദർഭത്തിൽ കേരളം കാണാനെത്തുന്നു. ഴാൻ പോൽ ദ്യുത്തിയും മേരി തെരേസ ബോവേയും. ഫ്രഞ്ചുകാർ മലയാളികളെപ്പോലെയല്ല. അവർ എവിടെയും താമസിക്കും, എവിടെയും കിടന്നുറങ്ങും, ഏതു ഭക്ഷണവും കഴിക്കും. പച്ചക്കറി ഭക്ഷണം നല്ല ഇഷ്ടമാണ്. ആണും പെണ്ണും ഒരു കുഴപ്പമില്ലാതെ സൗഹാർദ്ദപരമായി ഫ്ലാറ്റിൻ്റെ വരാന്തയിൽ പോലും കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ മുകുന്ദന് ദഹിക്കാത്ത കാര്യം, സന്ദർഭം കിട്ടുമ്പോൾ അവർ വസ്ത്രമുരിഞ്ഞ് പുറത്തിറങ്ങി നടന്നു കളയും. ഈ സന്ദർഭം ഫ്രഞ്ച് സുന്ദരിമാരുടെ നഗ്ന സൗന്ദര്യം ആസ്വദിക്കുവാൻ വിടർന്ന കണ്ണുകളുമായി മലയാളി ദൈവങ്ങൾ ഒളിഞ്ഞിരിക്കും. ഒരു രാത്രി 2:30 മണിക്ക് മുകുന്ദൻ സുഖമായി ഉറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ നിർത്താതെ ചിലച്ചു. ഈ നേരം കെട്ട നേരത്ത് ഏതു പണ്ടാരങ്ങളാണാവോ? ഇത് ഞാനാണ്, ഓർക്കുന്നുണ്ടോ? ആരാ? മനസ്സിലായില്ല. ഴാൻ പോൽ ദ്യുത്തിയു. ഞങ്ങൾ ക്രിസ്മസ് അവധിക്ക് നിങ്ങളുടെ നാട്ടിൽ താമസിക്കാൻ എത്തുന്നു. അമ്പരപ്പുണ്ടായെങ്കിലും വരാൻ നിറഞ്ഞ മനസ്സോടെ മുകുന്ദൻ പറയുന്നു. തൻ്റെ ഡൽഹിയിലുള്ള വീട്ടിൽ എത്ര പേർ താമസിച്ചിരിക്കുന്നു? BKN, ജോൺ എബ്രഹാം, കുഞ്ഞുണ്ണി മാഷ്, കാനായി കുഞ്ഞിരാമൻ, ഭരത് മുരളി, അങ്ങനെ എത്രയെത്ര പേർ. ദിയുവിൻ്റെയും തെരേസയുടെയും വിമാനം കേരളത്തെ ലക്ഷ്യമാക്കി പറക്കുകയാണ്. വിൻഡോവിനടുത്ത് ദിയുവിൻ്റെ മാറിൽ മുഖം ചായ്ച്ച് തെരേസ. കറുത്ത് ഇടതൂർന്ന മുടിയുള്ള വെള്ളിക്കണ്ണുകളുള്ള സുന്ദരി. അവൾ കേരളത്തിലെ പച്ചപ്പിൽ വന്നിറങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ മട്ടാഞ്ചേരി നാട്ടിൻപുറത്തുള്ള ആ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ കൂടെ അവർ നടക്കുകയാണ്. നടത്തത്തിനിടയിൽ അയാളുടെ മൂക്ക് മണം പിടിച്ചുകൊണ്ടിരുന്നു. എന്തൊരു സുഖകരമായ മണമാണിത്. ദ്യു, ഇതെന്തിൻ്റെ മണമാണ്? കൂടെ നടക്കുന്ന കോട്ടപ്പള്ളിക്കാരൻ പറഞ്ഞു. അത് മത്തി പൊരിക്കുന്ന മണമാണ് സർ. ആഹാ! കൊതിമൂത്ത ചുണ്ടോടെ അവർ ആ മനുഷ്യനെ നോക്കി. നടക്കുമ്പോൾ വന്നെത്തുന്ന ഓരോ മണവും അയാളെ ഉന്മത്തനാക്കി. ആഹാ തെരേസ്, നല്ലൊരു മണം അനുഭവപ്പെടുന്നില്ലേ? അതേ ദിയു. അതെന്തു മണമാണ് സർ? ഉണക്കമുള്ളൻ ചുടുന്ന മണമാണ് സർ അത്. യുവാവ് അവർക്ക് 2 പേർക്കും ഉണക്കമുള്ളൻ്റെ ഗുണഗണങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. നടന്ന് അവർ ചന്തുക്കുട്ടിയുടെയും കുഞ്ഞിമന്തിയമ്മയുടെയും വീട്ടിലേക്ക് കയറുന്നു. തെരേസ എന്ന ഫ്രഞ്ച് സുന്ദരിയുടെ വേഷം കണ്ട് ചന്തുക്കുട്ടിക്ക് നാണം വന്നു. കോട്ടപ്പടിക്കാരൻ്റെ ആവശ്യപ്രകാരം ചന്തുക്കുട്ടിയും കുഞ്ഞിമന്തിയും അവർക്ക് ഉണക്കമുള്ളൻ അതോടൊപ്പം കഞ്ഞിയും നൽകുന്നു. അത് അവർ ആസ്വദിച്ച് കുടിക്കുകയാണ്. എന്തൊരു രസമാണ് ഉണക്കമുള്ളനും കഞ്ഞിയും. കുഞ്ചിയമ്മ അവരോട് വിശേഷം തിരക്കുകയാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നേ? ഫ്രാൻസിൽ നിന്നാണ്. അവിടെ തിരിച്ചെത്തിയാൽ ഞങ്ങളുടെ വിവാഹം നടക്കും, ദിയു പറഞ്ഞു. ചന്തുക്കുട്ടി അപ്പോഴും അവളുടെ നഗ്നമേനി നോക്കി ആസ്വദിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ കുന്തിയമ്മയ്ക്ക് ഒരു ലിപ്സ്റ്റിക്കും ചന്തുക്കുട്ടിക്ക് ഒരു കാൽക്കുലേറ്ററും അവൾ സമ്മാനമായി നൽകുന്നു. അവർ രഘുത്തമൻ എന്ന നാടൻ കലാകാരൻ്റെ വീട്ടിൽ താമസമുറപ്പിക്കുന്നു. രഘുത്തമൻ്റെ അമ്മ ദേവൂട്ടിയമ്മയ്ക്ക് അവരെ നന്നെ ബോധിച്ചു. ഇഷ്ടപ്പെട്ട ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കും. ദേവൂട്ടിയമ്മയ്ക്ക് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു അഭിപ്രായ വ്യത്യാസം. തെരേസയുടെ കിണറ്റിൻകരയിലെ തുറസ്സായ കുളിയായിരുന്നു അത്. വാതിലിൻ്റെയും ജനലിൻ്റെയും മറവിൽ ആ സമയത്ത്
നിരവധി ആളുകൾ അത് കണ്ട് ആസ്വദിക്കും. മലയാളി ദൈവങ്ങൾ. മുകുന്ദൻ്റെ ഭാഷയിൽ പല പക്ഷികളും മൃഗങ്ങളുമൊക്കെ അത് ശ്രദ്ധിക്കുന്നു. രഘുത്തമൻ്റെ അമ്മ പൊട്ടിക്കരയുന്നു. അന്നു മുതൽ അവർ പുറത്തു നിന്നുള്ള കുളി നിർത്തി. പിന്നീട് അവർ തികച്ചും മാറുകയായിരുന്നു. ഷോർട്സും ബനിയനുമൊക്കെ ഉപേക്ഷിച്ചു. ബ്ലൗസും കോട്ടൺ സാരിയും ധരിച്ചു തുടങ്ങി. നല്ല അഴകുള്ള ഒരു മലയാളി പെണ്ണായി അവൾ മാറിക്കഴിഞ്ഞു. രാത്രികളിൽ ദേവു അമ്മ അവളുടെ മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കും. അവളെ മടിയിൽ കിടത്തി തഴുകും. നാളുകൾ കടന്നു പോവുകയാണ്. അവർക്ക് തിരിച്ചു പോകാനുള്ള സമയം അടുക്കുന്നു. അവളുടെ മുഖത്ത് വിഷാദം തളം കെട്ടി. ഈ സമയത്താണ് കോളിയോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടി കയറുന്നത്. ഉത്സവം കാണാൻ രഘുത്തമനോടും ദേവുട്ടി അമ്മയോടുമൊപ്പം ദിയുവും തെരേസയും പോകുന്നു. തീയാട്ടവും കനലാട്ടവുമൊക്കെ അവർ ആവോളം ആസ്വദിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമകൾ, ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ, അവസാന ദിനം പാലെഴുന്നള്ളത്ത്. അത് കണ്ടിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അവൾ. രഘുത്തമൻ നിർബന്ധിച്ചു. അവൾ കൂട്ടാക്കിയില്ല. ഒടുവിൽ ദിയു ചെന്ന് വിളിച്ചു. അവൾ ഒടുക്കം അവൻ്റെ കൂടെ തിരിച്ചു പോന്നു. തെരേസ തനിച്ച് ക്ഷേത്രമുറ്റത്ത് നിൽക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് തിരിച്ചു വരാൻ മാത്രം വളർന്നിരിക്കുന്നു. നാടും നാട്ടിടവഴികളും ഒക്കെ അവൾക്കിപ്പോൾ മനപ്പാഠമാണ്. ഒടുക്കം അവൾക്ക് തിരിച്ചു പോകാനുള്ള ദിനം വന്നെത്തുന്നു. തെരേസ, നാളെയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ഇല്ല ദിയു, എനിക്ക് വരാൻ പറ്റില്ല. മാലോത്ത് ക്ഷേത്രത്തിലെ ഉത്സവം കൂടി കണ്ടേ ഞാൻ വരൂ. പോയില്ലെങ്കിൽ എൻ്റെ പണി പോകും. അങ്ങനെയാണെങ്കിൽ ദിയു, നീ പോയി വാ, ഞാൻ പിന്നീട് വരാം. അന്ന് അവർ ഏറെ നേരം പരസ്പരം സ്നേഹിച്ചു. ദിയു തിരിച്ചുപോയി. തെരേസ ദേവു അമ്മയോടൊപ്പം നിൽക്കുകയാണ്. അവൾ പലതവണ പല രാത്രികളിൽ ദേവു അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. മാലോട്ട് ക്ഷേത്രത്തിലെ ഉത്സവം വന്നണയുന്നു. അവൾ തനിയെ ക്ഷേത്രത്തിൽ പോകുകയും വരികയും ചെയ്തു. ഇറക്കമുള്ള ബ്ലൗസും കോട്ടൺ സാരിയും അവളെ ഒരു മാലാഖയാക്കി മാറ്റിയിരുന്നു. സകല കടക്കാർക്കും മത്സ്യം വിൽപ്പനക്കാർക്കും അവളെ പരിചിതം. ക്ഷേത്രത്തിലെ പള്ളിവേട്ട ദിവസമായിരുന്നു 7-ാം ദിവസം. നല്ല വെടിക്കെട്ട്, അതിഭയങ്കരമായ വെടിക്കെട്ട്, നാടിനെയാകെ കിടിലം കൊള്ളിക്കുന്ന വെടിക്കെട്ട് തുടങ്ങി. പുലർച്ചെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ആളുകളൊക്കെ വീട്ടിലേക്ക് മടങ്ങി. നേരം പരപരാ വെളുത്തു. പക്ഷേ തെരേസ വീടെത്തിയില്ല. ആളുകൾ പരക്കം പാഞ്ഞു. ഇടവഴിയിൽ വെച്ച് അവർ ഒരു കാഴ്ച കണ്ടു. അവളുടെ വലതുകാലിൻ്റെ പൊട്ടിയ ചെരുപ്പും പൊട്ടി വീണ അടിപ്പാവാടയുടെ ഒരു തുണിയും അവിടെ കിടന്നിരുന്നു. മലയാളി ദൈവങ്ങൾ അവസാനം അവൾക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ് അത് എന്ന് മുകുന്ദൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, മലയാളി ദൈവങ്ങളുടെ ഈ പ്രവൃത്തി മുകുന്ദനിലുണ്ടാക്കിയ അസ്വസ്ഥത തികച്ചും ഈ നോവലിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലയാളി ദൈവങ്ങൾ എന്ന പേര് തികച്ചും ആക്ഷേപഹാസ്യപ്രദമായിട്ടാണോ മുകുന്ദൻ ഈ നോവലിന് ഇട്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നന്ദി.